ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. നെത്തോലി അച്ചാറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഞാനൊരു 2 കിലോ നെത്തോലിയാണ് മേടിച്ചത്. അത് വെട്ടിക്കഴുകിയെടുത്തപ്പം ഏകദേശം ഒരു ഒന്നര കിലോ ഒക്കെ കാണുമായിരിക്കാം. 1.5 കൂടുതലുണ്ട്. അത് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഞാൻ പുരട്ടി വെച്ചിരിക്കുന്നതാണിത്. ഇത് പുരട്ടി വെച്ചിട്ടിപ്പോൾ 3-4 മണിക്കൂർ ആയപ്പോഴത്തേക്കിന് എരിവും എരിവൊക്കെ ഇതിൽ നല്ലതുണ്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് വറുത്ത് കോരിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാന അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കത് വെളിയിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റി ഉള്ളത് എണ്ണയ്ക്കകത്ത് അച്ചാറിടുന്നതാണ്. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തീരും, അത് കാരണം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ അച്ചാറിടുന്നത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മീൻ കുറച്ചായിട്ട് നമുക്ക് പറക്കിയിട്ട് കൊടുക്കാം. ഒത്തിരി കൂടിക്കിടക്കാതെ നമുക്ക് കുറച്ചായിട്ടിട്ട് വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ വറുത്ത് കോരിയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ പിന്നെയും അതിനകത്ത് വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീനെല്ലാം നമ്മൾ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു 5 കുടം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിൽ. അതേപോലെ തന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 5 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ, കടുക്, ഉലുവപ്പൊടി, കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മളതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മീൻ വറുത്തതിൻ്റെ ബാലൻസ് എണ്ണ നമുക്ക് ഊറ്റി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇനി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവായും കടുകും പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ വെച്ച് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്. നമുക്കത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാതെ. ഞാനിത് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉലുവപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് കുരുമുളക് പൊടി ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇച്ചോടെ ഇട്ട് കൊടുത്താൽ മതി. കൂടെ തന്നെ നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പില്ല, ഒരു 1/4 കപ്പും ശകലം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വിനാഗിരി മസാലകളെല്ലാം നന്നായിട്ട് തിളച്ച് ഇതാക്കിയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നെത്തോലി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അരപ്പുകളെല്ലാം യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിക്കണം. ഗ്രേവി കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഇച്ചിരി വിനാഗിരി കൂടെ ചൂടാക്കി ഒഴിക്കാം. അങ്ങനെ നമ്മുടെ നെത്തോലി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒത്തിരി ഗ്രേവി ഇല്ല, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഗ്രേവി വേണമെങ്കിൽ നമുക്കൊരു ശകലം ചൂടുവെള്ളം തിളപ്പിച്ച് ഒഴിക്കുകയോ അല്ലെങ്കിൽ ശകലം കൂടെ വിനാഗിരിയും വെള്ളവും കൂടെ തിളപ്പിച്ച് ഒഴിക്കുകയോ ചെയ്യാമേ.
നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. കൂടി ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നെത്തോലി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ കായപ്പൊടി ചേർക്കാൻ വിട്ടുപോയി. കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ.